ബിജെപിയുടെ വക്താവ് കേണൽ എസ് ഡിന്നി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡിന്നി സാർ, ഈ 3 സീറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമല്ല എന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച ഇടത് പ്രതിനിധി ജലീൽ പുനലൂർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പക്ഷേ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ 3 സീറ്റ് എന്ന് പറയുന്നത് 30 സീറ്റുകൾക്ക് തുല്യമാകുന്നൊരവസ്ഥയുണ്ട്. കാരണം BJPയെ ചെറുക്കാൻ ഇടത് വലത് മുന്നണികൾ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ രാജ്യവിരുദ്ധ ശക്തികളും എല്ലാവിധ ശക്തികളും കൈകോർത്ത് BJP വരാതിരിക്കാനുള്ള ഒരു വലിയ പരിശ്രമം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്. ആരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര വലിയ വിജയത്തിലേക്ക് UDF എത്തിയത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്ത് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 സീറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ മാധുര്യം ഒന്ന് വേറെ തന്നെയല്ലേ കേണൽ എസ് ഡിന്നി? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു രീതിയിലുള്ള സംശയവും വേണ്ട. ഞാനിപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു ദൈവത്തിന്റെ ഒരു നിയോഗം പോലെ തന്നെയാണ് ഇന്നിപ്പം ബംഗാളിലെ റിസൾട്ട് വന്നത്. ശ്രീ ജലീൽ പുനലൂർ പറഞ്ഞ ആ കാര്യത്തിൽ, അതായത് 3 സീറ്റ് ഒന്നുമല്ല എന്ന് പറയുമ്പം 2011 BJPക്ക് ബംഗാളിൽ 0 സീറ്റായിരുന്നു. 2016 BJPക്ക് അവിടെ 3 സീറ്റായിരുന്നു, 3 സീറ്റ്. ഇന്ന് 2026 ആവുമ്പം BJPക്ക് അവിടെ 200 സീറ്റാണ്, 200 സീറ്റ്. ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് BJPയുടെ ഗ്രോത്ത് എന്ന്. അപ്പൊ ഈ 3 സീറ്റിൽ നിന്ന് നിങ്ങൾ ഇന്ന് പുച്ഛിച്ച് തള്ളുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം, പുച്ഛിച്ച് തള്ളണം. കാരണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ആ ഒരു സ്പേസ് ആ രീതിയിലേക്ക് വരും. കാരണം ഇത്രയൊക്കെ അഹങ്കാരം കാണിച്ചിട്ട് LDF ഗവൺമെന്റ്, ഇത്രയൊക്കെ അഹങ്കാരത്തിന്റെ ഒരു സ്വഭാവം, അഹങ്കാരത്തിന്റെ ഭാഷ, മുഖ്യമന്ത്രി ആയാലും ശരി, ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരായാലും ശരി, മന്ത്രിമാരായാലും ശരി, ഇത്രയൊക്കെ അഹങ്കാരം കണ്ടിട്ടും തോൽവി കൈവച്ചു കഴിഞ്ഞിട്ടും എന്നിട്ടും അവർക്ക് 3 സീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ, അത് നിങ്ങൾ ജയിക്കുമ്പോൾ മാത്രം ജനാധിപത്യത്തിന്റെ ഒരു വിജയം. BJP ജയിച്ചു കഴിഞ്ഞാൽ അത് സ്ഥാനാർത്ഥിയുടെ മികവ്, സ്ഥാനാർത്ഥി സൗമ്യൻ. BJPക്ക് ഒന്നും ഒരു നിങ്ങൾക്കറിയാം ശ്രീ ജലീൽ, ഞാനും കൊല്ലക്കാരൻ തന്നെയാണ്. ഈ ചാത്തന്നൂർ എന്ന് പറഞ്ഞ മണ്ഡലം എന്റെ അച്ഛന്റെ അമ്മയുടെയൊക്കെ സ്ഥലം, ഞാൻ അവിടെ വളർന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെയൊക്കെ എനിക്ക് എന്റെ ഈ പ്രായത്തിന് തന്നെ എന്നെക്കാട്ടിയും പ്രായമുള്ള എത്ര സ്വയം സേവകരാണെന്നറിയാം ആ ഒരു പ്രദേശത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്, അവിടെ പോരാട്ടം നടത്തിയിട്ടുള്ളത്, സ്വന്തം ജീവൻ പോലും കൊടുത്ത്, സ്വന്തം വീട് വിട്ട്, സ്വന്തം എല്ലാം നശിച്ച് എത്ര പേരാണ് ഈ ചാത്തന്നൂർ പോലത്തെ മണ്ഡലത്തിൽ ഇന്ന് ഞങ്ങൾ അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു ബലിദാനവും അവരുടെയൊക്കെ ഒരു ത്യാഗത്തിന്റെ പുറത്താണ് നമ്മൾ അത് ജയിച്ചത്. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് വന്നതൊന്നും അല്ല അത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് വലിയ രീതിയിൽ തോന്നുന്നില്ലെങ്കിലും എന്താ പറഞ്ഞ അത് ഞങ്ങൾക്കറിയാം അതെന്താണെന്ന്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, BJP എവിടെയൊക്കെ ജയിച്ചിട്ടുണ്ടോ പിന്നീട് BJP അവിടെ കൊടുക്കാറില്ല. ഇനിയിപ്പോ എന്താ ഈ ബംഗാളിൽ നോക്കൂ, ഈ ബംഗാളിൽ അടുത്ത 3 ഇലക്ഷൻ നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അസാമിൽ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ പ്രാവശ്യത്തായിട്ട് കൂടുതൽ സീറ്റ്, 100-ലധികം സീറ്റ് കിട്ടിയിട്ട് തിരിച്ചു വന്നു. അപ്പൊ പോണ്ടിച്ചേരിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം ഇതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം അത് തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ സനാതന ധർമ്മത്തിനെ ഇല്ലാതാക്കാൻ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പോയ ആളാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ സീറ്റ് തന്നെ തോറ്റിരിക്കുകയാണ്. ആലോചിച്ച് നോക്കാം. അത് ഇവിടെ കഴക്കൂട്ടത്ത് 20 സീറ്റ് 20 വോട്ട് കൊണ്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പന്റെ കയ്യൊപ്പ് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. എനിക്ക് അതിനകത്ത് പറയാനകത്ത് ഒരു സംശയമില്ല. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഈ കാര്യം, ഞങ്ങളെ വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട് ഞങ്ങൾ എല്ലാം വർഗീയവാദി, നിങ്ങളെല്ലാം വളരെ മതേതരവാദി, ഈ പറയുന്ന UDF ഇന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ ശരി, അത് ജനങ്ങളുടെ തീരുമാനമാണ്, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനകത്ത് ഞങ്ങൾ ഒരു വിധത്തിലും ഞങ്ങൾ വെള്ളം ചേർക്കാൻ ഇതില്ല. ജനങ്ങൾ പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ തന്നെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതേ UDFന്റെ ശ്രീ VD സതീശൻ തന്നെയാണ് പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഘടന ഒരു മതരാഷ്ട്രവാദമല്ല. അവർ തന്നെ പറയുന്നു അവർ മതത്തിന്റെ പേരിലാണ് അവർക്ക് ആ രാഷ്ട്രം വേണം. പക്ഷെ VD സതീശനെ പോലുള്ള ആൾ പറയാണ് അങ്ങനല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. മതമാണെന്ന് പറഞ്ഞ IOML അവരെ കൂടെ നിന്ന് വോട്ട് ചെയ്യുമ്പോൾ അതൊന്നും പറഞ്ഞ വർഗീയതയല്ല. പക്ഷെ BJP ജയിച്ചു കഴിഞ്ഞാൽ അത് വർഗീയത, BJP ജയിച്ചു കഴിഞ്ഞാൽ അത് സ്ഥാനാർത്ഥിയുടെ മാത്രം മികവ്, BJP ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ഇടതുപക്ഷത്തിന് എന്തോ പ്രശ്നം. അങ്ങനല്ല. കാലം മാറുന്ന അനുസരിച്ച് നിങ്ങൾ മാറുക. നിങ്ങളെ കൺമുന്നിലാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 സീറ്റ് 2031 ആകുമ്പോൾ നിങ്ങൾ നോക്കിയോ, നമുക്ക് ഇനി ഇവിടെ തന്നെ കാണുമല്ലോ ഈ 3 സീറ്റ് എങ്ങനെയാണ് മാറാൻ പോകുന്നത് നിങ്ങൾ കാണാമല്ലോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് തുടക്കം തൊട്ട് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഇലക്ഷൻ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA മുന്നണി ഒരു ഡിസൈസീവ് ഫോഴ്സ്, ഒരു ശക്തമായിട്ടുള്ള ഒരു മുന്നണിയായി മാറും. അതിന്റെ ഉദാഹരണം തന്നെയാണ് ഇത്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് 3 സീറ്റ്, ഈ 3 സീറ്റ് ഉള്ള ആളുകൾ, ഈ MLA-മാര് 3 പേര്, രാജീവ് ചന്ദ്രശേഖർ ജി, BB ഗോകുമാർ സർ, V മുരളീധരൻ ജി, ഇവര് അവിടെ അസംബ്ലിയിൽ ചെന്ന് ഈ കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ റോൾ അവിടെ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ല.